അപ്പോൾ പരിപാടിയുടെ ഏറ്റവും അവസാനമാണ് ഈ ഇവന്റ് മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത ഇവന്റ് ഓർഗനൈസറെ കാണാൻ സാധിച്ചത്. യദു ചേട്ടൻ എവിടെയായിരുന്നു ലെക്സീവ്സ് ഇത്രയും നേരം? അതെ, ഈ പരിപാടികളൊക്കെ ആയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളകാപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പേര് പറഞ്ഞിട്ട് ഞാൻ ആ വഴിക്ക് പോയതല്ലാതെ പിന്നെ ഞാൻ തിരിഞ്ഞു നടന്നിട്ടില്ല. ഈ കാര്യങ്ങൾ മുഴുവൻ A to Z കോർഡിനേറ്റ് ചെയ്തത് ഇതിനകത്ത് MC ഉണ്ടെന്ന്, ഒരു കോമ്പയറർ ഉണ്ടെന്ന് ഞാൻ ഇന്ന് രാവിലെയാണ് മനസ്സിലാക്കുന്നത്. ഈ പരിപാടിയുടെ ഫ്ലോ എന്താണെന്നുള്ളത് ഞാൻ ഇന്ന് രാവിലെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന് ഇന്ന് രാവിലെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ വേറെ ഫോട്ടോഷൂട്ടിനുള്ളൊരു ഏരിയ ഉണ്ടെന്നും ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ ഞാൻ വന്നപ്പോഴത്തേക്ക് എന്നെ വണ്ടടിപ്പിക്കുന്ന രീതിയിലേക്ക് ചെയ്തു തന്ന യദുചേട്ടനാണിത്. ചേട്ടാ, ഞാൻ വളരെ ഹാപ്പിയാണ് ഇതിനകത്ത്. എന്തായിരുന്നു ചേട്ടന്റെ മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻസ് എന്താണ് ഇത്രയും ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വളകാപ്പ് നടത്തിയതിൽ? ചേട്ടാ പറയൂ, ക്യാമറ നോക്കി പറയൂ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ വളകാപ്പ് ഞങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നത്. വളകാപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ വളകാപ്പ് ഫസ്റ്റ് യൂട്യൂബിൽ തന്നെയാണ് ഞങ്ങളും പോയത്. എന്തൊക്കെ റിച്വൽസ് ഉണ്ട്, കാരണം തെറ്റി പോകാൻ പാടില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ വരുന്നു. അപ്പോൾ അതിൽ ഇപ്പൊ മാല ഒരെണ്ണം വേണോ രണ്ടെണ്ണം വേണോ രണ്ടാളിടും ഉള്ള സംശയങ്ങളും ഒക്കെ തന്നെയായിരുന്നു. പിന്നെ ഓരോരുത്തർ ചോദിച്ച് സെലക്ട് ചെയ്തു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പരിപാടി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ ചേട്ടനാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. പിന്നെ ഞാൻ തന്നെ അതിനകത്ത് കയറി കൈ കടത്തി കൊളാക്കിയ എന്തെങ്കിലും കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഞാൻ തന്നെ എന്നെ കുറിച്ചുള്ള നല്ല വാക്കുകളൊക്കെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ചേട്ടൻ ഞെട്ടിയോ? ഇതല്ലായിരുന്നല്ലോ ഇതിന്റെ ഫ്ലോ എന്നുള്ളത് ഓർത്തിട്ട്? ഇല്ല, ഓക്കെയാണ്. എന്നെ കുറിച്ച് എല്ലാ ധാരണയും വിനീഷേട്ടൻ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ലെക്സീവ്സിന്റെ ഈ ഒരു ഇവന്റ് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ ചെയർ പോലും ഞാൻ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള പോലത്തെ അല്ലാത്ത വളരെ വ്യത്യസ്തമായ ചെയർ അടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് തന്നതിന് താങ്ക് യു സോ മച്ച് ചേട്ടാ. ഞാൻ വളരെ 101% ഹാപ്പിയാണ്. ആരോടും റെക്കമെൻഡ് ചെയ്യാനും ഞാൻ വളരെ വളരെ സേഫ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. അങ്ങനെ ഈ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള നോട്ടിൽ ഞങ്ങൾ ഇന്നത്തെ കഥാപ്രസംഗം അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ വളകാപ്പ് എന്നുള്ള വളകാപ്പ് സീസൺ 1 അവസാനിച്ചിരിക്കുകയാണ്. സീസൺ 2 ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. തീർച്ചയായും. താങ്ക് യു സോ മച്ച് ചേട്ടാ.